ഇപ്പോൾ നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ ചക്കയുടെ കാലമാണ്. പ്ലാവിൽ ചക്ക നിറഞ്ഞു നിൽക്കുന്ന സമയം. ചക്ക കൊണ്ട് പുഴുക്കും കറിയും ചിപ്സുമൊക്കെയായി പലതരം വിഭവങ്ങളാണ് ഇപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിനാവശ്യമായ ഒരുപാട് ഗുണങ്ങളുള്ളൊരു നാടൻ പഴമാണ് ചക്ക. പക്ഷെ പണ്ട് മുതലേ ഒരു പറച്ചിലുണ്ട്, ചക്ക കഴിച്ചാൽ പ്രമേഹം കൂടുമെന്ന്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും പ്രമേഹമുള്ളവരും ഇല്ലാത്തവരും ചക്ക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് പഴുത്ത ചക്കയുടെ കാര്യം നോക്കാം. നല്ല തേൻവരിക്ക ചക്കയൊക്കെ പഴുക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ മധുരം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പഴുത്ത ചക്ക ഒരുപാട് കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. പ്രമേഹമുള്ളവർ പഴുത്ത ചക്കയുടെ കാര്യത്തിൽ അല്പം നിയന്ത്രണം വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. മലയാളികൾക്ക് പഴുത്ത ചക്ക പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് പച്ചച്ചക്കയും. ചക്കപ്പുഴുക്കും തോരനുമൊക്കെയായി പല രൂപത്തിൽ നമ്മളിത് കഴിക്കാറുണ്ട്. ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. പഴുത്ത ചക്കയെ അപേക്ഷിച്ച് പച്ചച്ചക്കയിൽ നാരുകൾ കൂടുതലാണ്, കലോറി കുറവുമാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് പോലും പച്ചച്ചക്ക കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം, പലരും ചോറിന് പകരമായി പച്ചച്ചക്ക പുഴുങ്ങിയത് കഴിക്കാറുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എത്ര കഴിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. എന്ത് നല്ല ഭക്ഷണമാണെങ്കിലും വാരിക്കോരി കഴിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. ആവശ്യത്തിന് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ചക്ക കഴിക്കുന്ന ദിവസം ചോറോ മറ്റ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളോ അല്പം കുറയ്ക്കുന്നതാണ് ബുദ്ധി. എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ ശരീരത്തിലെ ഷുഗർ ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചക്ക ഗുണമുള്ളതാണ്, പക്ഷെ കഴിക്കുന്ന രീതിയിലും അളവിലും ഒരു ശ്രദ്ധ വേണം. പ്രമേഹമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അളവ് ക്രമീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്തു നൽകുക.